ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ മുസ്തഫ ജാനെ റഹ്മത്ത് पे लाखों सलाम शम्अ बज़्मे हिदायत पे लाखों सलाम शहरियारे इरम ताजदारे हरम नौबहारे शफात पे लाखों सलाम अल्हम्दुलिल्लाह പുതുക്കി പണിയുന്ന പള്ളിയിൽ വിശുദ്ധ റബീന്റെ സന്തോഷത്തിൽ മാസാന്തം ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നേതൃത്വപരമായ പങ്ക് വഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ നേതൃത്വത്തിൽ മഹാന്മാരായ സാദാത്യങ്ങളുടെ ദറജ നീട്ടി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹളറത്തിൽ ധാരാളം മുത്താലിമീങ്ങളും ഹഫീളുകളും സുന്നത്തമായത്തിൻ്റെ ഖാദിമീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ വേദിയിൽ ഏകദേശം 11 അടുത്ത സമയം നീണ്ട മണിക്കൂറുകൾ വലിയ വദീഫകൾ നടത്തി. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ഈ ചെയ്തതിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, ഇനി നമ്മൾ പറയുന്ന കേൾക്കുന്ന ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങളും നമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് ഭക്ഷണം, വസ്ത്രം, വെള്ളവും സ്നേഹവും നൽകുന്നവർ എല്ലാവരും ദോഷങ്ങളും അല്ലാഹു പുറത്തു തെരുമാറാവട്ടെ. മുത്തനബിയുടെ പേരക്കുട്ടികളെ സ്നേഹിച്ച് ഈ മജ്ലിസിലേക്ക് വരുന്ന, അതിനാവശ്യമായ ഖിദ്മകൾ ചെയ്യുന്ന ബർക്കത്ത് കൊണ്ട് സുഖലോക സ്വർഗത്തിൽ നരകം കാണാതെ മുത്തനബിയുടെ ചാരത്ത് നമുക്കിഷ്ടപ്പെട്ടവർക്കൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. നീണ്ട പ്രഭാഷണം നിങ്ങൾ അഭിലഷിക്കാത്തതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് വിശുദ്ധ റബീഉൽ അവ്വൽ എല്ലാ സ്ഥലത്തും വളരെ സമുചിതമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് കൊല്ലത്തേക്കാൾ വിശുദ്ധമായി ചില റാലിയിലേക്കൊക്കെ ഇങ്ങോട്ട് വന്ന് ചില മഹാബലിമാരൊക്കെ കൈകൊടുക്കുന്നതും, അതേപോലെ തന്നെ ഇതര സഹോദര സുഹൃത്തുക്കളൊക്കെ നന്നായി സഹകരിച്ച് ചീരളി കൊടുക്കുന്നതൊക്കെയായ ചിത്രങ്ങൾ ഇങ്ങനെ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. എവിടെ പോയാലും നല്ല അലങ്കാരങ്ങളും അതുപോലെ പ്രകാശങ്ങളും കാണുന്നുണ്ട്. എല്ലാ വീടുകളിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഷുഗറുള്ള ആളുകൾ ഇത് പരിഗണിക്കാതെ പായസമൊക്കെ നന്നായി കുടിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ പരിഗണിക്കാതെ ബിരിയാണി കഴിക്കുന്നുണ്ട്. ക്ഷീണം പരിഗണിക്കാതെ കിലോമീറ്ററുകൾ യാനബിയും ചെല്ലിയിട്ട് വയസ്സന്മാരടക്കം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും സജീവമായി കത്തി നിൽക്കുന്ന നല്ലൊരു അന്തരീക്ഷം നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലാഹു ജല്ല ജലാൽ നമുക്ക് ചെയ്തു തന്ന കുറെ നിഅമത്തുകളുണ്ട്. കണക്കാക്കാൻ കഴിയില്ല. ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് അല്ലാഹു തന്നു എന്നുള്ളത്. ഇത് നിഅമത്താണെന്ന് ഞാൻ പറയല്ല, അല്ലാഹു തആല തന്നെ എടുത്തു പറയണം. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് വലിയ നിഅമത്ത് മുഅ്മിനീങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ നിഅമത്ത് ഏതാണ്? മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അവരിലേക്ക് നിയോഗിച്ചു എന്നതാണ്. ഇത് അല്ലാഹു തആല എടുത്തു പറയാം. ഈ മന്നാന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. കൊടുത്ത് ചെയ്തൊരു കാര്യം എടുത്തു പറയണമെങ്കിൽ അത്രമാത്രം വലിയ സംഭവമാണല്ലോ അത്. കാരണം ഇപ്പൊ നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നു, മണിക്കൂർ കണക്കിൽ കുത്തുബിയത്ത് ചൊല്ലി, കുറെ ദിക്ർ ചൊല്ലി, കുറെ സീമനുല്ലാന്റെ ബൈത്ത് ചൊല്ലി, കുറെ മൊയ്തീൻ ശൈഖിന്റെ ഇസ്തിഹാസ നടത്തി, മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി, ഇതെല്ലാം നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു. ഞാൻ ഭക്ഷണം ബറക്കത്തിന് വേണ്ടി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? അതിന് പുറമെ തങ്ങൾ പാപ്പ ചോദിച്ചപ്പോൾ ചെറിയ സ്വതക്കം കൊടുത്തു. അതൊക്കെ കബൂലാക്കട്ടെ. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? പരലോകത്ത് സലാമത്താവണം, സുഖലോക സ്വർഗത്തിൽ എത്തണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ.
ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടുകൊണ്ട് വേണ്ട എന്താണ്? കുറേ നിസ്കാരം നോമ്പും, അല്ലെ കുറേ പണം, അല്ലെങ്കിൽ അക്കാഡമിക്കൽ യോഗ്യതയിൽ MA BEd BCom അല്ലെങ്കിൽ MCom MEd MBBS LLB MA ഇങ്ങനെ കുറേ ഡിഗ്രി എടുക്കണം, വലിയ പണക്കാരാകലൊന്നും അല്ല വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഹിദായത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കിട്ടണം. അത് കിട്ടാൻ കാരണക്കാരൻ ആരാ? നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുച്ച നബി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നിഅമത്തായിട്ട് നമുക്ക് നൽകിയതാണ്. അത് അല്ലാഹു തആല എടുത്തു പറയാം എന്ന് മാത്രമല്ല, ഈ അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ നിഅമത്തുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത വലിയ പദവി. എന്താണത്? അവിടുത്തെ പ്രകീർത്തനങ്ങൾ നടക്കുന്നുള്ളതാണ്. ഒരൊറ്റ ഉദാഹരണം പറയാണ്. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര, ആ ചരിത്രം ഞാൻ പറയണില്ല, അത് മാത്രം മണിക്കൂറുകൾ വരും. ആ യാത്ര ഇങ്ങനെ കഴിഞ്ഞ് ഏകദേശം ആകാശ ലോകത്തിൽ അത്ഭുതങ്ങളൊക്കെ കണ്ട ശേഷം അല്ലാഹ് ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് അല്ലാഹുവിനോട് കാര്യം ചോദിച്ചു. ഓ എന്റെ പഠിച്ചവനെ, ഞാൻ ഇങ്ങനെ ആകാശ ഗംഗയിലൂടെ കറങ്ങി സ്വർഗതരംഗങ്ങളൊക്കെ കണ്ട് ഞാനിങ്ങനെ വന്നു നോക്കുമ്പം ആദം നബിക്ക് ഒരുപാട് കാര്യം കൊടുത്തു. ഇസ്തഫ ആദമ, ആദ്യം തെരഞ്ഞെടുത്ത ആദം നബിനെയാണ്. മൂസാ നബിക്ക് വലിയ പദവി കൊടുത്തിട്ടുണ്ട്, നജിഉല്ലാഹിയായി. കല്ലമല്ലാഹു മൂസ തക്ലീമിയാണല്ലോ. ഈസാ നബിക്ക് വലിയ പവർ കൊടുത്തു. ബാപ്പല്ലാതെ റൂഹുള്ളയായിട്ടാണല്ലോ ഈ പഠിച്ചത്. ഇബ്രാഹിം നബിക്ക് വലിയ പവർ കൊടുത്തു. ഖലീലുല്ലാഹ് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിക്ക് പദവി കൊടുത്തില്ലേ. അങ്ങനെ ഓരോ നബിമാർക്ക് കൊടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കെന്താ ഈ തന്നത്? എനിക്കെന്താ ഈ തന്നത്? ഇത് പറയുമ്പോ അള്ളാഹനെ ചോദ്യം ചെയ്യാനല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് അടിസ്ഥാനത്തില്, ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാം. സ്നേഹം കൂടിയാൽ അങ്ങനെയാണ്, എന്തും ചോദിക്കാം. അള്ളാഹു തആല ഇബ്രാഹിം നബി കൈഫത്ത് ഉഖിൽ മൗത്താന്ന് ചോദിച്ചു, ഈ മരിച്ചോരെങ്ങനെ ഹയാത്താക്കണെന്ന്. അത് ബന്ധം കൂടുമ്പോ ആ രീതിയിലൊക്കെ ചോദിക്കും. ആ ചോദ്യം അവിടെ ചോദിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിച്ചവനോട് എനിക്കത് തന്നത്. അപ്പൊ അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? നിങ്ങള് പ്രിയപ്പെട്ട നബിയെ, നിങ്ങൾക്ക് ഞാൻ മറ്റുള്ള നബിമാർക്ക് കൊടുക്കാത്ത ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരുപാട് കൊടുത്തി. അതിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, അല്ലാ ഉദ്കറ ഇല്ലാ ബിദിക്രിക്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ എന്നെ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും പറയും. ആലോചിച്ച് നോക്കണം, ഒരാളെ പദവി ആലോചിക്കണം. ചില ആൾക്കാർക്ക് സംശയം, അള്ളാനെ പറഞ്ഞ തൊള്ളുകൊണ്ട് പിന്നെ പടപ്പളരെ പറയുമ്പോഴേക്ക് മതത്തിനാണ് പുറത്തായി പോകുമോ? അങ്ങനെ ചില ആൾക്കാർക്ക് പെറ്റ പെണ്ണിനേക്കാളും വരുത്ത ഒത്താജിക്കാരനെ വഴി ചില ആൾക്കാർക്ക് വല്ലാത്ത ബേജാറാണ്. അതേ സമയത്ത് ഇവിടെ അല്ലാഹു തആല പറയണ ഒരു ഉറപ്പ്, അല്ലാ ഉദ്കറ ഇല്ലാ ബിദിക്രിക. എന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളും പേര് പറയും. ചെറിയ പദവിയാണെങ്കിൽ ആലോചിച്ചോക്കാ നിങ്ങൾ. ഇത് ഇമാം ഖുർത്തുബി വിശദീകരിച്ചോട് പറയുന്നുണ്ട്, എല്ലാ സ്ഥലത്തും. അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു മുസ്ലിമായ ഒരാൾ, അയാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞു? ഉറക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, 5 വക്ത് നിസ്കരിച്ചു, നോമ്പ് പറ്റും, ഒക്കെ ശരിയാ. പക്ഷെ മുസ്ലിം ആകുമോ? മുസ്ലിം ആകുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ മുസ്ലിം ആകുമോ? ആകൂല. പിന്നെ എന്തുകൂടെ അതിലേക്ക് കൂട്ടണം? എന്തുകൂടെ കൂട്ടണം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹനെ പറഞ്ഞാൽ എന്നാ പിന്നെ അർദ്ധ മുസ്ലിം നോനോ ഓനെ മുസ്ലിമായി അംഗീകരിക്കണേ ഇല്ല. മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടൊപ്പം ബാലൻസ് വെപ്പിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി പറയണം. തീർന്നിട്ടില്ല കേട്ടോ. ഒരാൾ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ആദ്യം ഒരു ഉജൂബായ കാര്യം ഏതാണ്? ഏതാ കാര്യം? ഏതാണ്? ഫസ്റ്റ് ഒരാള് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ ഈ സമയത്ത് കലിമ ചൊല്ലി എന്ന് വെക്കുക. ഏറ്റവും ആദ്യം നിർബന്ധമുള്ള എന്താണ്? 5 വക്ത് നിസ്കരിച്ചാലാണ്. കയ്യുമ്പോൾ നിസ്കരിക്കണം എന്നാണ് അതിന്റെ മസാലൊക്കെ ഫിഖിന്റെ കിതാബ് പറയുന്നുണ്ട്. ആ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ബാങ്ക്, ആ ബാങ്ക് ഒരു മല്ലാക്ക പൗതിയൻ കൊടുത്തു. പൗതി കൊടുത്തു കന്തേച്ച് ശമ്പളം പൗതിയെ കിട്ടുന്നുള്ളൂ. അല്ല അങ്ങനെ ഉണ്ടാവല്ലോ, ഒരു മല്ലാക്ക അങ്ങനെയാണ്. അസ്ലാത്തോട് മറക്കുക.
സുബഹിക്ക് ഇയാൾ വാങ്ങിക്കൊടുക്കുമ്പം അസ്സലാത്തു ഖൈറും മിനന്നൗം മറക്കുക. അവസാന കമ്മിറ്റിക്കാർ ഉണർത്തി ഇയാൾ പിന്നെയും മറക്കും. ലാസ്റ്റ് കമ്മിറ്റിക്കാരൻ ചൂടായപ്പോ പറഞ്ഞു, നിങ്ങൾ 1.25 ഉറുപ്പിക വാങ്ങി നിനക്ക് എത്ര ഉണ്ടാവുള്ളൂ. അവന്താ നിങ്ങള് മൊത്തം മാസത്ത് കൊടുക്കണ ശമ്പളത്തിന് എന്ത് ചെയ്തു, ഒരു ദിവസത്തെ 5 ബാങ്കാക്കിയാണ് അരിച്ച് ഒരു ബാങ്കിനുള്ള കായ് ആകെ 1.25 ഉറുപ്പിക. അസ്ലാത്തുകൊണ്ട് തന്നെ ഒന്നായിട്ട് മറക്കാത്ത വായു കുട്ടിക്കോളിങ്ങൾ എന്താ പോലെ ഒരു ശമ്പളം കിട്ടാത്ത മൊല്ലൊക്കെ പൗതിന് വാങ്ങിക്കൊടുത്തു നോക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ല, ബാങ്കാവൂല. സത്യത്തിൽ പ്രസവിച്ചു വീഴുന്ന ഒരു കുട്ടിന്റെ ചെവിയിലേക്ക് കൊടുക്കുന്ന ബാങ്ക് ഒരു അമുസ്ലിമായ സീത ചേച്ചി കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാളിക്കുട്ടി കൊടുത്തു നോക്കുക, ബാങ്കാവും. അവിടെ വല്ലാക്കിയാവണം തങ്ങളാകണമെന്നൊന്നുമില്ല. പ്രസവിച്ചു വീണ കുഞ്ഞിന്റെ ചെവിയിലേക്ക് വിളിക്കുന്ന ബാങ്ക് ആ പ്രസവ റൂമിലുള്ളത് ഒരു ചേട്ടത്തി പെണ്ണാണ്, ഒരു ഹിന്ദു പെണ്ണാണ്. ഓള് ബാങ്ക് കൊടുത്താലും ആ സംഗതി നടക്കണം. പക്ഷെ മൊല്ലാക്ക ബാങ്ക് കൊടുത്തപ്പം പകുതി മാത്രം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ല. അതൊരു പടപ്പിന്റെ പേരല്ലേ, ഇത് പടച്ചോന്റെ പേരല്ലേ, ബാങ്കാവൂല. അള്ളാന്റെ ഹബീബിന്റെ മൗലിദ് ഓതുമ്പം, ഹബീബിന്റെ പേരിൽ യാ നബി ചൊല്ലുമ്പം, സ്വലാത്ത് ചൊല്ലുമ്പം ചെറിയ ചിന്തയൊന്നും പോരാ, വലിയ മർത്തബ എവിടെ വെച്ചത് എന്ന് പറയാൻ പറ്റൂല. ആരാ ഈ പറയുന്നത്? മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ പടച്ച മുത്ത് റസൂലുള്ളാഹിനെ പടച്ച അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അപ്പത്തന്നെ ഇതിന്റെ ഊക്കം നമുക്ക് തിരിഞ്ഞില്ലേ. അപ്പൊ തങ്ങൾ പാപ്പന മതക് ഞാൻ പറയാൻ നൂറ്റിക്കോളിങ്ങൾ നാളെ SSF-ലെ പ്രവർത്തിച്ച കാലത്ത് അന്നത്തെ ജില്ലാ കമ്മിറ്റി തന്നെ തങ്ങൾ പാപ്പി ഞാനൊക്കെ കൊല്ലം 10-30 ചില്ലാന കൊല്ലായിട്ട് ആ രീതിയിൽ ബന്ധമാണ്. അപ്പൊ തങ്ങൾ പാപ്പന മതക് ഞാനാണ് പറഞ്ഞു എന്ന് വെക്കുക, അല്ലെ തങ്ങൾ പാപ്പന മതക് തങ്ങൾ നിന്റെ മതക് പറഞ്ഞു എന്ന് വെക്കുക. എന്നാൽ ഉസ്താദ് പറഞ്ഞാലോ അല്ല ദീർഘായുസ്സേത് കൊടുക്കട്ടെ. ഉസ്താദ് തങ്ങൾപ്പാമാരെ പറ്റുമെന്നാണ് പറഞ്ഞു, അത് ഇന്നെ പറ്റുമെന്നാണ് പറഞ്ഞു. ഒരു പൂതി പറയാതെ കുട്ടിക്കോളിങ്ങള് എന്താ അതിന്റെ ഒരു അംഗീകാരം? കാരണം അത് അത്രയും വലിയ സ്ഥാനത്തിലാണ് പറയുക. ഇവിടെ അങ്ങനെയല്ല. അള്ളാന്റെ ഹബീബായ മുത്തുനബിനെ പടച്ചത് പടച്ചോനാണ്. ആ പടച്ചോനാ പറയുന്നത് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് വലിയ നിധിയാ കിട്ടിയിട്ടോ, വലിയ കിട്ടലാ കിട്ടിയിട്ടോ. നിങ്ങളാ മുത്തുനബിന്റെ ഉമ്മത്തായി എന്ന് പറഞ്ഞാലേ വലിയ നിഅമത്താട്ടോ. എന്നിട്ട് അതിന്റെ ഉദാഹരണം കുത്തുബിമ്മ പറയുന്നത് നിസ്കാരം ആർക്കുള്ളതാണ്? ബാക്കിയൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, നിസ്കരിച്ചതാർക്കും വേണ്ടിയിട്ടാണ്. മൗലിദ് വരെ ചിലപ്പോൾ എന്താ ചോറിട്ടോലോ വിചാരിച്ചിട്ട് ഉദാഹരണം പറയാം, അങ്ങനെ വെച്ചേക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ചോളിങ്ങള് നിസ്കരിച്ചുമ്പോ നമ്മൾ ഉമ്മാക്കും വേണ്ടി പാപ്പാക്കും വേണ്ടി നാട്ടുകാർക്കും വേണ്ടി അങ്ങനെ നിസ്കരിക്കലുണ്ടോ? ഇല്ലല്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും നിസ്കരിക്കുന്നത്. അത് നാവ് കൊണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ തക്ബീർ, അല്ലാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലിയവൻ, അള്ളാഹിനോടാ പറയുന്നത്. പിന്നെ ഒരു കരാർ എഴുതി ഒപ്പിടുന്നുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാ വൽ അർള സയ്യറനി ഹനീഫൻ മുസ്ലിമാ ഇന്നാ സ്വലാത്തി വനുസൂകി തുമ്മ മഹ്യാ എല്ലാം നിനക്കാണ് അല്ലാഹ്. അപ്പൊ അല്ലാഹുള്ള നിസ്കാരം, അല്ലാഹുള്ള തക്ബീർ, അല്ലാഹുള്ള വജ്ജഹ്തു എല്ലാം അല്ലാഹുള്ളതാണ്. അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന നിസ്കാരത്തിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോ, ആ സലാം വീട്ടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ അത്തഹയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിയുമ്പോ ഇനി നിന്റെ നിസ്കാരാകണോ, അതിന് കൂലി കിട്ടണോ, അത് സ്വഹിയാകണോ? അല്ല ഉദ്കറ ഇല്ലാ ബിദിക്രിക. മുത്ത് നബിയെ പറയാതെ നിസ്കാരമില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നമ്മൾ ബാപ്പാനോട് നേർക്കുന്നേരെ പറഞ്ഞാൽ, ഉസ്താദിനോട് പറഞ്ഞാൽ, ഷേഖിനോട് പറഞ്ഞാൽ, അല്ലാത്തൊരാളോട് നിസ്കാരത്തിൽ സംസാരിച്ച നിസ്കാരം ബാത്തുല.
മുത്തുനബിനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ബാത്തിലാണ്. നിങ്ങൾ ഇതിൽ കേവലം മനുഷ്യനല്ല, ഒരു നവോത്ഥാന നായകനല്ല, ഒരു പ്രപഞ്ചത്തിന്റെ നേതാവല്ല, എന്ത് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ലേ മുസ്ലിമാൻ പറഞ്ഞു അതൊരു മനുഷ്യനാണ്, അത് ജിന്നല്ല, അതൊരു മലക്കല്ല, അതൊരു പഠിച്ചോനല്ല, അതൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മനുഷ്യനായി തീരാൻ എന്തെല്ലാം ആവശ്യമാണോ എല്ലാം ഒരുമിച്ച് കൂടിയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഓ നബിയേ, നിങ്ങളുടെ പേരും പ്രശസ്തിയും നമ്മൾ ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചല്ലോ. അല്ലാഹു ആദം നബിയെ പടച്ചു, കൊല്ലങ്ങൾ ജീവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആദം നബി വഫാത്തിനോട് അടുത്ത സമയം ആദം നബിയുടെ മകനാകുന്ന ശീശ നബിയെ വിളിച്ചു. ആ ശീശ നബിയോട് പറഞ്ഞു, മോനെ ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉപ്പാക്കൊരു വസിയത്തുണ്ട് മോനോട്. നമുക്കത് വാദകാണ്, നമ്മളൊക്കെ നമ്മളെ മക്കളോടൊക്കെ എപ്പോഴും വസിയത്ത് ഇതുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് അസുഖത്തിലുള്ള വാപ്പമാരൊക്കെ വസിയത്ത് നല്ലോണം ചെയ്യണം. നിസ്കാരത്തിന്റെ കാര്യം, ആദർശത്തിന്റെ കാര്യം, പള്ളിയായിട്ട് ബന്ധപ്പെടുന്ന കാര്യം, സാമ്പത്തിക വിനിമയത്തിന്റെ കാര്യം, വീട്ടിലുള്ള പെൺകുട്ടികളുടെ കാര്യം എല്ലാം വസിയത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട ആദം നബി വസിയത്ത് ചെയ്തു, ഓ മോനെ ശീസേ, എപ്പോ നീ അല്ലാഹു ദിക്ർ ചൊല്ലിയാണെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹിനെ മറക്കാൻ പാടില്ല. യാ റബ്ബേ, നിങ്ങൾ മുഹമ്മദ് നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന് ആദം നബി അക്കാലത്ത് പറയാ. അപ്പൊ ശീസ് നബി ചോദിച്ചു, മുഹമ്മദ് നബിയോ അതാരാണ് പാന്ന് ചോദിച്ചു. ആദം നബി പറഞ്ഞു, അത് ഭാവിയിൽ വരാനുള്ള വലിയ പദവിയുള്ള എന്റെ പാരമ്പര്യത്തിൽ വരാനുള്ള ഒരു നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര മോനെ, നിനക്ക് കേൾക്കണോ? അല്ലാഹു തആല എനിക്ക് റൂഹിട്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ്. ആ അർശിന്റെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു അല്ലാഹു മുഹമ്മദ്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞാൻ സ്വർഗത്തിലൊന്ന് ചെന്ന് നോക്കുമ്പോ ആ സ്വർഗത്തിന്റെ കവാടത്തിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ലാഹു മുഹമ്മദ്. പിന്നെ ഞാൻ സിദ്റത്തുൽ മുന്തഹ വരെ ചെന്ന് നോക്കുമ്പോ ആ മരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ലാഹു മുഹമ്മദ്. ഹൂർലീങ്ങളുടെ മാറിടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ലാഹു മുഹമ്മദ്. ഇങ്ങനെ സ്വർഗത്തിൽ ഏതെല്ലാം പരസ്യമുള്ള സ്ഥലങ്ങളുണ്ടോ, ഓപ്പണായ സ്ഥലങ്ങളുണ്ടോ, എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ പേരിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു എഴുതി വെച്ചിരിക്കുന്നു അല്ലാഹു മുഹമ്മദ്. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷന് മുമ്പിൽ തൂക്കിയിടാനും കാറിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടാനും അതുപോലെ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ തന്നെ കൊണ്ടുവന്ന് വെക്കാനും വീട്ടിൽ കേറിച്ചിൽ എഴുതാനും അല്ലാഹു മുഹമ്മദ് എന്നുള്ളത് ഇത് അവിടെ നിന്ന് കോപ്പി അടിച്ചതാണ്, അവിടുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതാണ്. അല്ലാഹു പടച്ചു വെച്ച സ്വർഗത്തിലും അർശിലും തൂബാ മരത്തിലും സിദ്റത്തുൽ മുന്തഹായിലും എല്ലാ സ്ഥലത്തും അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹ്. എന്തിനപ്പത്ര ആവേശത്തിന് മൗലൂദ് ചെല്ലണത്, അശറഖ ചെല്ലണത്, റബീഉൽ അവ്വൽ വരുമ്പോ എന്തിനപ്പത്ര ഇങ്ങനെ അലങ്കരിക്കുന്നത്? നമ്മളൊന്നും ചെയ്താൽ അതൊരു മൂലക്കൊക്കെ എത്തൂല. ഇതാണ് സത്യം. ആ രീതിയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനാകുന്ന ശീസ് നബിയോട് വസിയത്ത് ചെയ്യാണ്. അപ്പൊ ഒരു സംശയം, അല്ലാഹു തആല ആദ്യം പഠിച്ചത് ആദം നബിനെയാണല്ലോ. വേറെ ഒരുപാട് പ്രവാചകൻ വരുമ്പോൾ, പക്ഷെ പിന്നീട് ലാസ്റ്റ് വന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്ന സ്ഥാനത്തിലാണെങ്കിലോ ഒന്നാമത് മുഹമ്മദ് നബി. എന്തെങ്ങനെ കാരണം? അല്ലാഹു തആലക്ക് മുത്തുനബിയോട് ഇത്ര ഇഷ്ടണ്ടാ കാരണം എന്താ നിങ്ങള്? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളും മണതൊക്കെ ഒന്ന് ചിന്തിക്കുക. അല്ലാഹു തആല ആലമുൽ അർവാഹില് നമ്മളൊക്കെ ഒരുമിച്ചു അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്തു? ഇപ്പോഴല്ല, ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം,
ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബോഡിയാണ്. ഈ ബോഡിന്റെ ഉള്ളിൽ റൂഹുണ്ട്, ഒരു ആത്മാവ്. ഇതാണ് പോയാൽ പിന്നെ ബോഡി ആർക്കും വണ്ടി വരില്ല. അതുകൊണ്ട് പിന്നെ ഡെഡ് ബോഡി എന്നാ പേരെന്നെ പറയാം. പേരെന്ന് ഓരോരോ ഇപ്പൊ ചിലപ്പോൾ കയറുമ്പോൾ ആ പത്തപ്പിനും വരുന്നുണ്ട്, അല്ലെ പത്തപ്പിന് സക്കാഫി വരുന്നുണ്ട്, ഞാൻ മരിച്ചു കേട്ടോളിങ്ങൾ നന്ദങ്ങൾ വിളിച്ചു വെക്കാലോ. പത്തപ്പിരിയത്തിനെ കൊണ്ടുവന്നോ ഹോസ്പിറ്റലില, പത്തപ്പിരിയത്തിനെ കുളിപ്പിച്ചോ, പത്തപ്പിരിയത്തിനപ്പുറം അടുക്ക ഈ ചോദ്യേ ഇല്ല. എന്താ മയ്യത്ത് കൊണ്ടുവന്നോ, അല്ലെ ബോഡി കൊണ്ടുവന്നോ, മയ്യത്തപ്പുറം അടുക്കണത്, മയ്യത്തപ്പുറം കൊണ്ടുപോണത്. എന്റെ പേരെന്നെ മാറിപ്പോയി. ഇതർ സിന്ദഗി കാ ദുൽഹൻ പടേഗാ, ഉദർ സിന്ദഗി കാ ജനാസ ഉടേഗാ. പേര് മയ്യത്തായി മാറി. നിങ്ങൾ എന്റെ ഇതാണ് ബോഡി, ഈ ബോഡിയാണ് പത്തപ്പിരിയം, ഈ ബോഡിയാണ് അബ്ദുൾ റഷീദ്. ഈ ബോഡിക്കുള്ളിൽ ആത്മാവുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ആത്മാവിന് മാത്രമല്ല പടച്ചിരുന്നു ലോകത്ത്. ശ്രദ്ധിക്കണം പറയുന്നത്. അങ്ങനെ പടച്ചതിന് ശേഷം അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലയോ? അപ്പൊ നമ്മളൊക്കെ പറഞ്ഞിക്കണ പോലും ബലാത്ത റബ്ബിനെ ആദ്യം പഠിച്ചോനെ. ഇത് പറയുമ്പോ ചെറുപ്പക്കാർ ന്യൂ ജനറേഷൻ വലിയ അങ്ങനെ എനിക്കത് ഓർമ്മല്ലോ. ഞമ്മക്ക് ഓർമ്മയില്ലാത്ത എന്തൊക്കെയുണ്ട്. വേണ്ട, ഉമ്മാന്റെ പള്ളിയിൽ ഒരു 9 മാസം കടന്ന് അവന് കൊഴുപ്പ് കടന്ന് കണ്ടിങ്ങനെ ആ വഴുവഴുപ്പ് കടന്നിക്കാണ്ട് 9 മാസം കടന്നില്ലേ. എന്നിട്ട് മൂക്ക് കൂടെ കണ്ണു കൂടെ വെള്ളം പോയിട്ടുള്ളത് വേറെ വിഷയം. ആ വഴുപ്പെങ്ങാനും വറ്റിപ്പോയ ഡോക്ടർമാർ പറയും പ്രസവിച്ചു പോരൂലോട്ടോ, ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ തള്ളപ്പ ചെയ്യണം ഓപ്പറേഷൻ. അപ്പൊ 9 മാസത്തോളം ആ കൊഴുപ്പിന് കടന്നിക്ക. എനിക്കത് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എന്നാ സംഗതി ഇല്ലേ ഇപ്പൊ അടുത്ത് ഞാനിപ്പോ ഒരു 53 കൊല്ലം മുമ്പ് കടന്നത് എനിക്കിപ്പോ ഓർമ്മയില്ല. കുട്ടിക്കോളി ഈ കുട്ടികളൊക്കെ ഒരു 10 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ്, 18 കൊല്ലം മുമ്പ് കടന്ന് ഓർമ്മയില്ല. നമുക്ക് പോന്ന വയ്യന്റെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഇനി പോകാനുള്ള കബർമാശി ഓർമ്മ ഉണ്ടാവും. അവിടെയാണ് യുക്തിവാദികൾ നമ്മൾ ഉടക്കേണ്ടത്. എന്തായിക്കുന്ന അങ്ങനെ അള്ളാഹു നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹ് ഒരു ചോദ്യം ചോദിച്ചു, ഞാനല്ലേ നിങ്ങളെ റബ്ബ്? അപ്പൊ കോടിക്കണക്ക് സൃഷ്ടികളുണ്ട് കേട്ടോ, എല്ലാരും ഉണ്ട്. അതിലും എല്ലാ അമ്പിയാക്കളുണ്ട്. അവരൊക്കെ പറയുന്നതിന്റെ മുമ്പ് ആദ്യം അലാ അൻത റബ്ബുനാ എന്ന് മുത്ത റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി കൊടുത്ത മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുക്ക് വല്ലാതെ തൃപ്തിയായി പോയി. അല്ലാഹു മുത്തനബിക്ക് വലിയ പവർ കൊടുത്തു. അതുകൊണ്ടാണ് ബാക്കിയുള്ള പ്രവാചകന്മാര് മുഴുവനും വന്നപ്പോ ഈ റസൂലുള്ള വരാണ്ട് എന്ന് പ്രവചിച്ചിട്ടല്ലേ പോയത്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യന്യാ സമന്വിതം മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതം. റസൂലുള്ള വരുന്നതിന്റെ 500 കൊല്ലങ്ങൾക്ക് വന്ന ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞു, മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ ശിഷ്യന്മാരോടുകൂടെ മരുസ്തതി നിവാസിതം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചിച്ചു. ബൈബിൾ പറഞ്ഞു, ഓൾഡ് ടെസ്റ്റമെന്റ് പറഞ്ഞു, ന്യൂ ടെസ്റ്റമെന്റ് പറഞ്ഞു, പലതും പറഞ്ഞു. അവരൊന്നും പറയാത്ത മുത്ത് റസൂലുള്ള പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമാകുന്ന മതത്തിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഫാറൂഖ് റളിയല്ലാഹു തആല അരികിൽ വന്നിട്ട് ഒരു ജൂത പണ്ഡിതൻ വലിയ കാര്യത്തിൽ വിഷയം പറഞ്ഞു. എന്താ പറഞ്ഞു അറിയോ? നിങ്ങൾക്ക് എന്ത് വിഡ്ഢികളാണ്, മുസ്ലിംകൾ എന്ത് പൊട്ടന്മാരാ, എന്തേ വല്ലാത്തൊരു പ്രവചനങ്ങൾ നടത്തിയില്ലേ, വല്ലാത്ത സന്തോഷം ഉണ്ടായില്ലേ. ഇതുവരെ ഒരൊറ്റ വേദവും പറഞ്ഞിട്ടില്ല, ഒരു നബിയും പറഞ്ഞിട്ടില്ല. ആ ജാതി വാക്കെങ്ങാനും ഞങ്ങൾക്കാ കിട്ടിയതെങ്കിൽ ഞങ്ങളത് വലിയ ആഘോഷമാക്കി മാറ്റുമായിരുന്നു. ഉമറുൽ ഫാറൂഖ് നിങ്ങൾ ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ജൂത പണ്ഡിതൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇസ്ലാമിനെ പൂർത്തിയാക്കിയെന്നും ഇനി നിങ്ങൾക്ക് വേറെ ആവശ്യമില്ലാന്നും ഇത് നിങ്ങൾക്ക് ഇറങ്ങിയില്ലേ? ഫാറൂഖിനോടല്ലേ ചോദ്യം. ഫാറൂഖ് പറഞ്ഞു, അതിനെന്താ പത്രേ,
ഞങ്ങൾ ഓൾറെഡി ആഘോഷിക്കുകയാണല്ലോ. അറഫന്റെ എന്നാണ് അത് ഇറങ്ങിയത്, പെരുന്നാളിന്റെ തലേന്നാണ് ഇറങ്ങിയത്, മക്കത്തുനിന്ന് ഇറങ്ങിയത്. അതിനപ്പുറം എന്താ നിങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റാൻ? നോക്കിക്കോ, നിങ്ങൾ ഇങ്ങനെ സമ്പൂർത്തീകരിച്ച് ഇസ്ലാമുമായി ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല. ആ പറയാല്ലാത്ത ന്യൂനതകൾ തികഞ്ഞു വന്ന മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാനവിടെ കടക്കണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു 100 മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ കുറേ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതിൽ ഒന്നൊരൊറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. ഖുദിൽ അഫ്വ വഅ്മർ ബിൽ ഉർഫ്. ഓ നബിയേ, നിങ്ങൾ നീണ്ട വിട്ടുവീഴ്ച ചെയ്യണം. ആരെന്ത് വേണ്ടാത്ത ചെയ്താലും നിങ്ങൾ പുറത്തു കൊടുക്കണം. വിവരമില്ലാത്തവർക്ക് തിരിഞ്ഞു കളയണോ? ഞാൻ പറയും, ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയത് ഇതല്ലേ. ഇന്നും കണ്ട് ഞങ്ങള് ഖത്തർക്കാണ് ഇസ്രായേൽ അരിയും തിന്ന് ആശാരിച്ചിനി കടിച്ച് പിന്നി പട്ടി മുന്നിക്കറിമാരി ഫലസ്തീനിലെ മുഴുവനും കൊന്നു തീർത്തു. ഒരു പരുവത്തിലെത്തിച്ചു. കുട്ടികളെ പട്ടിണിക്കിട്ട് കൊന്നു, സകലം നടത്തി, യമനക്കൊന്ന് ബോംബിട്ട് ഇങ്ങോട്ടൊന്ന് എത്തി നോക്കി. ഇപ്പൊ ശാന്തമായി നിൽക്കുന്ന ഈ പറഞ്ഞ ഖത്തറിലേക്കാണ് ഇപ്പൊ നല്ല ബോംബ്. പടച്ചോ കാക്കട്ടെ. ആലോചിച്ചോക്കാ നിങ്ങൾ. ഇപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് സടകൊടഞ്ഞ് എഴുന്നേക്കണേ. കാരണം നാളെ നീ നമ്മൾ നെഞ്ഞത്തേക്ക് വരുമോ? ഈറ്റങ്ങൾ ആകെയുള്ള എത്രങ്ങൾ 2% തികയില്ല. ഇസ്രായേലിൽ പറഞ്ഞ പോയി നോക്കിയ ആൾക്കാർക്ക് അത് അറിയാലോ. ആകെ കുറഞ്ഞ സ്ഥലം. ഇവരാണ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കാൻ നിങ്ങൾ കളിപ്പിച്ചു കൊണ്ടിരിക്കണത്. എന്റെ കാരണം പറഞ്ഞത് ഹമാസിന്റെ ആരോ അവിടെ ഉണ്ട്. ഈ വിട്ടുവീഴ്ച അതുപോലെ പരിപാടിയേ ഇല്ല. അതേസമയത്ത് തിരിച്ച് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഏകദേശം 3-4 മാസമായി എല്ലാ ചാനലും ഒരു പെണ്ണിന്റെ പേര് ചർച്ച ചെയ്തിരുന്നു. അല്ലേ? ഒരു ആ മുസ്ലിമായ ഒരു പെണ്ണിന്റെ പേര് പണ്ഡിതന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടില്ലയോ? എന്തേനുള്ള പേര്? കണ്ണങ്ങൾ എല്ലാവർക്കും അറിയാത്. വാട്സപ്പ് ഇല്ലാത്ത കുട്ടികളില്ല, പത്രം നോക്കാത്തവര് വാട്സപ്പ് നോക്കും. ഇങ്ങനെയാണുള്ളത്. നിമിഷപ്രിയ, അവള് ഇസ്മു മുസമ്മി എത്തതാ. നിമിഷപ്രിയപ്പെട്ട തന്നെയാണ്. കാരണം നാളെ നേരം വെളുത്താ തൂക്കിലേറ്റാൻ പോവുകയാണ്. നാളെ നേരം വെളുത്താ തൂക്കിലേറ്റാൻ പോവുകയാണ്. അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലും പറഞ്ഞു, ഇന്ത്യ രാജ്യവുമായിട്ടുള്ള എല്ലാ നയതന്ത്ര മന്ത്രവും അടഞ്ഞിട്ടുണ്ട്. കാരണം യമനിൽ ശരിക്കൊരു ഭരണമില്ല. ഊത്തികൾ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചോലല്ല. ആ ഊത്തിയ ഭരണകൂടത്തിന്റെ കീഴിലാണ് നിമിഷപ്രിയരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാം അടഞ്ഞു. കോടതി വിധിച്ചു, ഫയല് ക്ലോസ് ആക്കി, ആരാച്ചാര കയ്യിൽ കയറു കൊടുത്തു. നാളെ നേരെ വെളുത്ത തൂക്കിക്കൊല്ലുക. ആ ഇടയിലാണ് എന്ത് ചെയ്തത്? ഏതൊരു ഉസ്താദ് ഇടപെട്ടില്ലേ? ഏത് ഉസ്താദ് ഇടപെട്ട്? പറയുന്ന മടിങ്ങൾക്ക് ഇങ്ങനെ ബഹുമാനം കൊണ്ട് പറയട്ടാവൂലേ? അള്ളാഹു ദുർഗാശാഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദ് ഇടപെട്ടു. അപ്പൊ ചില ചാനലുകാരൊക്കെ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം പോലും നിന്നോടത്ത് MLA MP ഒക്കെ പരാജയപ്പെട്ടെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ, ഞങ്ങളെ കൊണ്ട് കഴിയണ പരമാവധി നോക്കിക്കണ്, ഇനി ഞങ്ങളെ കൊണ്ടാകൂല. കാര്യമാണ് പറഞ്ഞ് അങ്ങനെ ഓലെ കൊണ്ട് കഴിയണതൊക്കെ നോക്കിക്കണ്, ഒക്കെ പരാജയപ്പെട്ടു. ഇനി 25 മണിക്കൂറിൽ കേരളത്തിലെ മുസ്ലിം ഇടപെടുകയാണ്. അത് അയാള് രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതങ്ങൾ വല്ലോ നടക്കേണ്ടി വരൂ. എന്നാലേ ആ അത്ഭുതം നടന്നു. ആ നടത്തിയ ആളെ പേരാണ് AP ഉസ്താദ്. ദീർഘായുസ്സാഫിയത്ത് കൊടുക്കട്ടെ. നോക്കിങ്ങൾ ഉണ്ടായില്ലേ? രസതല്ല, അത് നടത്തി കഴിഞ്ഞപ്പോ ഇപ്പോഴും വിഷയം എന്താ? ഇത്രയും കാലം ദീർഘായുസ് കിട്ടിയല്ലോ, ഇനി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കുത്തിത്തിരിപ്പോടാന്ന് കൂട്ടിക്കോളിങ്ങൾ. പത്രക്കാർ ചോദിച്ചു, അല്ല AP ഉസ്താദേ, നിങ്ങളൊരു മുസ്ലിം ആണല്ലോ, നിങ്ങളൊരു മുസ്ലിം പണ്ഡിതനാണല്ലോ, ഈ പെണ്ണാണെങ്കിലും ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട പെണ്ണല്ലേ, അന്യ മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ അവസാന നിമിഷം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതും കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന എപ്പോഴും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ശ്രമിച്ചത്? എന്താ ഉസ്താദിന് മറുപടി? ഈ നബിദിനം ആഘോഷിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിൽ സന്തോഷിക്കുമ്പോ നമ്മൾ ശരിക്കുന്നത് ആലോചിക്കണം. ഉസ്താദ് പറഞ്ഞു, ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, പൈസ ഒന്നും ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടില്ല, ഇലക്ഷൻ ഉസ്താദ് നിൽക്കണില്ല, വർക്കസ് സംഭാവന പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പറഞ്ഞത് ഇൻസാനിയത്ത് ചായേ. നോക്കിക്കോള്, മനുഷ്യത്വം. ഈ മനുഷ്യത്വത്തിന്റെ പേരിലാണ്. എന്തുകൊണ്ട് 99 ആളുകളെ കൊന്നൊരു വ്യക്തിയുണ്ട് ചരിത്രത്തില്.
അയാൾക്ക് അപ്പളാ പിന്നെ തൗബ തോന്നിയത്. അയാൾ നേരെ വന്നു ഒരു മൂല്യാരോട്, അന്നത്തെ പാതിരിനോട് ചോദിച്ചു, എനിക്ക് അഫുണ്ടോ തൗബണ്ടോ? വിവരം കുറവുള്ള അയാൾ പറഞ്ഞു, 99 ആളൊക്കെ നാനക്കോ തൗബേ. അപ്പൊ ഇയാൾ ചിന്തിച്ചു, ഏതായാലും ഇപ്പൊ എനിക്ക് തൗബല്ല, 99 മട്ടല്ല, അത് 100 തെച്ചാളാൻ ഒറ്റ വീട്ടിൽ അയാളെയും കൊന്നു. എന്നിട്ടാ പിന്നെ പോയി ചോദിക്കണത്, ഞാൻ 100ാമതൊരു മൂല്യാരെ കൊന്നുകണ്, ഇനി എനിക്ക് തൗബണ്ടോ? അപ്പ പറയ്, ബഹറത്തെ വെള്ളം കണക്കെ ഭൂമിയിലെ മണൽത്തരി കണക്കെ തെറ്റിയതാലും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അല്ലാഹ് തൗബ സ്വീകരിക്കും. പക്ഷേ നാട്ടിൽ നിന്ന് ഈ പോവണം, നല്ല സ്ഥലത്തേക്ക് എത്തണം. എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയില്ലേ, റഹ്മത്തിന് മലായിക്കത്തും മറ്റും തർക്കം കൂടിയില്ലേ, ആ മനുഷ്യൻ സ്വർഗത്തേക്ക് കൊണ്ടുപോയില്ലേ. ഇതാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് എന്ന് മാത്രമല്ല, ഒരു വലിയ തത്വം ഉസ്താദ് പഠിപ്പിച്ചു. എന്താണത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ കാടത്തമാണ്. ഇസ്ലാം 6ാം നൂറ്റാണ്ടിന്റെ നിയമമാണ്. അതുകൊണ്ട് ആ നിയമത്തിന്റെ പുറകിൽ നൂറ്റാണ്ട് പറ്റൂല എന്ന് ഇസ്ലാമിന്റെ പുറത്തുള്ളവരും യുക്തിവാദികളും സിയോണിസ്റ്റുകളും ഇവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. കിട്ടിയ ചാൻസിലൊക്കെ ഇസ്ലാമിനെ കൊഞ്ഞളം കുത്താൻ വെള്ളാപ്പള്ളിമാരൊക്കെ കാത്തിരിക്കുകയാണ്. ഉസ്താദവர்கள் ഒരു വലിയ ദഅവത്ത് നടത്തി. ശ്രദ്ധിച്ചോ എനിക്കറിയില്ല എന്താണത്? ഏത് കൊടും കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിലും അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ, അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ ആ കൊല ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇസ്ലാമിലുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ വിശാല കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ വിട്ടുവീഴ്ച കാഴ്ചപ്പാട് അല്ലാഹ് ഖുർആൻ മുത്തനബിയോട് പറയുന്നു, ഖുദിൽ അഫ്വ വഅ്മർ ബിൽ ഉർഫ്, വിട്ടുവീഴ്ച നിങ്ങൾ സ്വീകരിക്കണേ. 23 കൊല്ലക്കാലം കൊണ്ട് മുത്തറസൂലുള്ളാഹി തങ്ങൾക്ക് ഇത്ര വലിയ ജനസ്വാധീനം ഉണ്ടാകാൻ കാരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ടത് വിട്ടുവീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം ഡോക്ടർ പീറ്റർ ഭാസ്കരപ്പണിക്കർ, അദ്ദേഹം ഒരു പുസ്തകമുണ്ട്, മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മക്കം ഫത്ഹിന്റെ ദിവസം, ആ ദിവസത്തിൽ എല്ലാ ആളുകളും തന്റെ പുറകിൽ വന്നു. തന്നെ കല്ലെടുത്തെറിഞ്ഞവർ, കുടൽമാല ചാർത്തിയവർ, പരിഹസിച്ചവർ, കളിയാക്കിയവർ, കൂക്കി വിളിച്ചവർ, കല്ലെറിഞ്ഞവർ, കൊല്ലാൻ മീറ്റിംഗ് കൂടിയവർ, കൊല്ലാൻ പുറകിൽ കൂടിയവർ, കൊല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇനാം പ്രഖ്യാപിച്ചവർ, എല്ലാ ആളുകളും പഞ്ചപുച്ഛമടക്കി തന്നെ മുമ്പിൽ ഇങ്ങനെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും ഒരൊറ്റ വിശലടിച്ചാൽ വാഴന്റെ ഇല വെട്ടുന്നത് പോലെ അബൂ സുഫിയാന്റെയും അതേപോലെ തന്നെ ഹിന്ദിന്റെയും അതേപോലെ തന്നെ ഇക്രിമത്തിന്റെയും ഒക്കെ തലയരിയും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിച്ചു കൂട്ടിയിട്ട് വാക്ക് പറഞ്ഞു, ഇദ്ഹബൂ ലാ തസ്രീബ അലൈക്കുമുൽ യൗം വഅൻതും തുലഖാ, നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല, നിങ്ങൾ ഞാൻ ശത്രുവായി കാണുന്നില്ല, നിങ്ങൾക്ക് നിരുപാധികം മാപ്പ് തന്നിരിക്കുന്നു. പിടിച്ചോ. ഇസ്രായേലിന്റെ മണ്ണില് കൊല്ലങ്ങളായി നടത്തുന്ന അറനയാട്ടിന് പകരമായി ഹമാസിന്റെ ഒരു ചെറിയ പ്രതികരണം വന്നപ്പോ അതിനെതിരിലാണ് ജൂത പരിശകള് എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുകയും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തൊണ്ട നനക്കാൻ കൈനീട്ടുമ്പോ വെടിയുണ്ടകൾ കൊണ്ട് തുളച്ചു കയറി കടൽവക്കത്ത് പിടിച്ചിട്ട മത്സ്യം പടയുന്നത് പോലെ 8ഉം 9ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ പെടഞ്ഞ് മരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രായമുള്ള ഉമ്മമാര് വാവിട്ട് കരയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പഠിക്കണം റസൂലുള്ളാഹിനെ, ഇസ്ലാമിന്റെ വിശാലത മനസ്സിലാക്കണം. 23 കൊല്ലക്കാലം കൊണ്ട് ഈ വിട്ടുവീഴ്ച മുഴുവൻ റസൂലുള്ള പ്രഖ്യാപിച്ചു, റസൂലുള്ള പ്രാക്ടിക്കലാക്കി. അത് ഉൾക്കൊണ്ട് സമുദായത്തെ വാർത്തെടുത്തപ്പോ ലോകം റസൂലുള്ളാഹിക്ക് അംഗീകാരം കൊടുത്തു. ഈ അംഗീകാരത്തിനാണ്
മഹബത്ത് എന്ന് പറയാ. ഞാൻ ചുരുക്കുകയാണ്. ആ മഹബത്താണ് നമ്മളെ ഖൽബിൽ ഉണ്ടാകേണ്ടത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് ദീർഘായുസ്സ് ചെയ്ത് കൊടുക്കട്ടെ, ഉത്തുബിയത്തൊക്കെ ചൊല്ലി കുഴങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും ബെയ്ത്തല്ലി, പിന്നെ ബെയ്ത്തല്ലി, പിന്നെ അശറക്ക തുടങ്ങിയപ്പോഴും നമുക്കാർക്കും ക്ഷീണമല്ല. ഈ അശറക്കയിൽ ചൊല്ലിയപ്പോ നമുക്ക് ആവേശം വരികയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മദീനയിലെത്താനും റൗള കാണാനും വേണ്ടി മലയാളത്തിലെ പാട്ട് പാടിയപ്പം എല്ലാവരും ആവേശത്തിൽ പാടുകയാണ്. എന്തേ? നമ്മളെ വല്യപ്പാനെ പറ്റി അത്ര ആവേശമല്ലല്ലോ, നമ്മളെ അമ്മോശനെ പറ്റി അത്ര ആവേശമല്ലല്ലോ, നമ്മളെ വാപ്പാനെ പറ്റി ആവേശമല്ലല്ലോ. എന്ത് അത്? വല്യപ്പാനെ കൊണ്ടും വാപ്പാനെ കൊണ്ടും അമ്മോശനെ കൊണ്ടും നാളെ പാലം കടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഖബറിൽ വല്യപ്പ വരൂല, മരണസമയം അമ്മാശം വരൂല. അതേ സമയത്ത് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി ജൽക മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ആ റസൂലുള്ളാഹി വരും, റസൂലുള്ളാഹി വിളിക്കും, റസൂലുള്ളാഹി നമ്മളെ രക്ഷപ്പെടുത്തും. റബ്ബ് തുണ ചെയ്യട്ടെ. ഒരു ഉദാഹരണം ഞാൻ നിർത്തും. ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ള വഫാത്തായി. ആ വഫാത്തായി കഴിഞ്ഞ് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ ആ മദീന പള്ളിയിലെ നീണ്ട കാലത്തെ മുഅദ്ദിനാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങള് ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്കൊരു അപേക്ഷ തരാണ്ട്, നിങ്ങൾ അപേക്ഷ ഒന്ന് സ്വീകരിക്കണം. എന്താണ് അപേക്ഷ എന്നറിയോ? എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയണില്ല. ഞാൻ പള്ളിക്ക് വരുമ്പോഴേക്ക് മുത്തനബി നിങ്ങളുടെ ഓർമ്മ വരികയാണ്. എന്റെ കണ്ണിന്ന് കുടുകുടാ കണ്ണീര് പോരുകയാണ്. മിഹ്റാബിക്കാട് നോക്കുമ്പോഴേക്ക് റസൂലുള്ളാഹിയുടെ ഓർമ്മ വരികയാണ്. അല്ലാ, അത് ഗൾഫുകാർക്ക് വേഗം തിരിയും. ഇങ്ങനെ നിങ്ങള് ഇവിടുന്ന് യാത്ര അയച്ചു വാപ്പ, എയർപോർട്ടിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു വാപ്പ. പക്ഷെ നമ്മളവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്ക് വാപ്പ മരിച്ചു. അല്ലാ, നമ്മളെ മരിച്ച വാപ്പാർക്കൊക്കെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ, ഹയാത്തുകൾക്ക് ദീർഘായുസ്സും കൊടുക്കട്ടെ. പക്ഷെ മരിച്ചു, എന്നിട്ട് നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് വരിക. നമ്മൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് അകത്തുകട കിടക്കുമ്പം നമ്മളെ വാപ്പ ഇങ്ങനെ കൊല്ലങ്ങളായി കിടന്നൊരു കട്ടിലുണ്ട്. ആ കട്ടിലുണ്ട് കാണുമ്പോ കൽബ് പൊട്ടും, അറിയാതെ പൊട്ടിപ്പോകും. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ വന്ധ്യരായ പിതാവ് അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഞാൻ യമനിലേക്ക് സിയാറത്തിന് പോകുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയ വാപ്പയാണ്. വാപ്പാക്ക് പറയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല, ദ്വാരക്കാനൊക്കെ ആമീൻ പറഞ്ഞുകള്. പക്ഷേ യമനിലെത്തി അവിടുത്തെ തെരീമില് തങ്ങന്മാരെ മക്ബറ സിയാറത്ത് ചെയ്ത് ഹാറൂൻ നബിന്റെ മക്ബറയ്ക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയിരിക്കുക. ഫാറൂഖ് നബി എന്റെ കൂടെ ഉണ്ട്, ഡോക്ടർ മോഹൻ സഖാഫി കൊല്ലുണ്ട്, നിങ്ങൾ 5-8 ആൾക്കാരുണ്ട്. നമ്മുടെ തിരുവരുപട ഭാഗത്തുള്ള ഒരു കുരിക്കലുണ്ട്, ചെയ്ത് കുരിക്കൾ. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ വാപ്പ മരിച്ച ഫോണ് വരുന്നത്. എന്നിട്ട് പോരാൻ പറ്റുമോ? അവിടുന്ന് പിന്നെ 24 മണിക്കൂർ ബസ്സിന് പോകണം. കൊള്ളക്കാര കേന്ദ്രം അന്ന് തന്നെ യമൻ പ്രശ്നമുള്ള സ്ഥലമാണ്. ചുരുക്കത്തിൽ 5ാമത്തെ ദിവസമാണ് ഡൽഹി വരി ഞാൻ വീട്ടുകെത്തുന്നത്. ഞാൻ അതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്ന് കേറുമ്പോ ആ വാപ്പ കടന്ന കട്ടിലിൽ കണ്ടപ്പോ പൊട്ടിപ്പോയി കൽബ്. നോക്കിക്കോ നിങ്ങള്, ഇത് നമുക്കൊക്കെ ഉണ്ടാകും. ഒരുപാട് കാലം കടന്ന കട്ടിൽ ഇങ്ങനെ ആ റൂമിൽ കാണുമ്പോ അല്ലാ, ആ റൂമിക്ക് പോയി കൂടാ അല്ലേ? നമ്മളെ ചെറിയ കുട്ടികള്, ആ കുട്ടി മരിച്ചു നോക്കുക. അല്ല, നമ്മളെ മക്കൾക്കൊക്കെ ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ കുട്ടി മരിച്ചു മറിയുന്ന വരുമ്പം ആ കുട്ടി കളിച്ചതിന് കളിപ്പാട്ടം കുട്ടി നമ്മളോട് ആവശ്യപ്പെട്ടു, ഉപ്പച്ചിയെ ഒരു സൈക്കിൾ വാങ്ങിത്തരോ? നമ്മൾ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അപകടത്തിൽപ്പെട്ട് കുട്ടി മരിച്ചു. ആ സൈക്കിൾ കാണുമ്പോഴേക്ക് കൽബ് പൊട്ടും, കണ്ണ് നിറയും. അത് ഇഷ്ഖാൻ, അത് മഹബത്താൻ, അത് സ്നേഹമാൻ. ബിലാൽ പറയാ, അമീറുൽ മുഅ്മിനീൻ, മിഹ്റാബിക്ക് നോക്കിക്കൂടാ, മദീനത്തെ പള്ളിക്ക് വന്നുകൂടാ. അതുകൊണ്ട് എനിക്കൊരു സമ്മതം തരണം, ഞാൻ മദീനത്ത് നിന്ന് പോവുകയാണ്. ഞാൻ പോവുകയാണ്. വെച്ച് എടുക്കാൻ പോണ് ഷാമുക്ക്. ഷാമിന് എവിടെ നിങ്ങള്? ഇന്നിപ്പോ ഈ പ്രശ്നം നടക്കണ ഫലസ്തീനില്ലേ, ആ ഫലസ്തീനും ജോർദാനും എല്ലാം കൂടെ കുളിസ്ഥത്തിന് ഷാമു എന്ന് പറയാം. സിദ്ദീഖുലക്കൊരുത്തങ്ങൾ പറഞ്ഞു അനങ്ങാൻ പറ്റൂല. എന്തേ കാരണം? ആദരവായ മുത്തുനബി ഏൽപ്പിച്ചതാണ് നിങ്ങളെ. എന്നിട്ട് ഇവിടെ നിങ്ങളെ ഞാൻ പറഞ്ഞേക്കെ, ഏയ് മുത്തുനബിന്റെ മഹബത്ത് ഉള്ളിക്ക് കാണുന്ന സിദ്ദീഖുലക്കബർ അത് ആലോചിച്ചേന്നില്ല. 2 മഹബത്ത് ഏറ്റുമുട്ട എന്നാലോചിച്ചോക്കാ നിങ്ങൾ. ഒന്ന് സിദ്ദീഖുലക്കബറിന്റെ മഹബത്ത് ബിലാലിനെ വിട്ടുകൂടാ, ബിലാലിന്റെ മഹബത്ത് മദീനയിൽ നിന്നുകൂടാ.
പക്ഷേ ബിലാൽ തങ്ങൾ ഹിക്മത്തോടെ ഹിക്മത്തറിയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അന്ന് അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ എന്നെ വല്ലാതെ മർദ്ദിച്ചു. ചാട്ടവാർ കൊണ്ട് അടി കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പൊളഞ്ഞു. ഞാൻ അഹദ് എന്നിങ്ങനെ പറഞ്ഞു. എന്നെ മലർത്തിക്കിടത്തി മരുഭൂമിയിൽ. എന്നിട്ട് എന്റെ വയറ്റത്ത് വലിയ പാറക്കല്ല് വെച്ച് കെട്ടി. എന്റെ കാലിൽ കയറ് കെട്ടി. അത് ഒട്ടകത്തിന് കാലിൽ കെട്ടി. ഈ മരുഭൂമി കൂടെ അങ്ങനെ വലിക്കുകയാണ്. തൊണ്ടയിൽ വെള്ളം പറ്റി. വെള്ളം വെള്ളം എന്ന് ഞാൻ ചോദിച്ചപ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ തുപ്പി എന്റെ മുഖത്തേക്ക്. എന്റെ നാവ് ഉണങ്ങിപ്പോയി. ഞാൻ ആ നാവ് നീട്ടിയിട്ട് അവരെ തുപ്പുനീർ ഞാൻ ഉച്ചിട്ടാ ദാഹം മാറ്റിയത്. അങ്ങനെ കഷ്ടപ്പെട്ട എന്നെ വലിയ വില കൊടുത്തിട്ട് സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എനിക്കറിയാം അതിനൊരു ഉപകാരം എന്ന രീതിയിലാണോ നിങ്ങൾ പറയുന്നത്. ഞാനിവിടെ നിൽക്കാം അല്ല റബ്ബിന് വേണ്ടിയാണോ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ മോചിപ്പിച്ചത്? എന്നാൽ എനിക്ക് സമ്മതം തരണേ. നമ്മളാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു 1000 രൂപ കടം കൊടുത്തൊരാക്കി, രണ്ടാമത് 2000 കൊടുത്തു, ഒരു 3 വട്ടം പൈസ കൊടുത്ത് ആകെ 5000 കൊടുത്ത്. ഞമ്മക്കൊരാവശ്യം എന്നപ്പോ എന്റെ ബൈക്കൊന്ന് തരുമോ? എന്തേ ഞാൻ ഇവിടെ താനൂർ അങ്ങാടി വരെ പോയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല മകന്റെ ബൈക്കാ, പുതിയ ബൈക്കാ. പിന്നെ ഞമ്മളാണ് പറയാൻ തുടങ്ങും അനക്കേ അങ്ങനെ ഇതെന്നില്ല ഇങ്ങനെ ഇതെന്നില്ല. ആകെ 5000 രൂപ കടം കൊടുത്താ എടുത്തു പറയും. സിദ്ദീഖുൽ അക്ബർ തങ്ങളോ ചിന്തിച്ചു, പഠിച്ചോനെ ഞാൻ ഈ ബിലാലിനെ ഒഴിവാക്കി കൊടുത്തത് അല്ലാഹ് നിനക്ക് വേണ്ടിയാണല്ലോ. ഇപ്പൊ ഞാൻ പിടിച്ചു വച്ചാൽ എന്റെ ആ കൂലി പോകുമല്ലോ. ബിലാലെ നിങ്ങൾക്ക് സമ്മതം കേട്ടോട് ഞാൻ ചുരുക്കി പറയാണ്. ആ ബിലാല് പോയി എങ്ങോട്ടേക്ക്? ശാമിലേക്ക് പോയി. മാസങ്ങൾ കഴിഞ്ഞപ്പോ ബിലാൽ തങ്ങൾ സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നത്തിലുള്ളത് എന്നറിയോ? ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തു നബി സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നു, മാ ഹദിഹിൽ ജഫിയതു യാ ബിലാൽ, എന്ത് പറ്റി ബിലാലെ? 24 മണിക്കൂറും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആളല്ലേ, ഇത്ര പടക്കം എന്താണ്? എന്തേ നിങ്ങൾ എന്നെ സിയാറത്തിന് വരാത്തത്? ഇവിടെ പാട്ടിങ്ങനെ പാടിയപ്പോ മദീനയിലൊന്ന് എത്തണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ പലരും കൂടെ പാടിയല്ലോ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ പാട്ട്, അഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റാഇ ഖുബ്ബത്തി സയ്യിദുൽ കൗനൈനി. അതിന് ജവാബ് നമ്മൾ ചെല്ലുന്നുണ്ട്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോ. ബിലാൽ തങ്ങളോട് മുത്ത് നബിയുടെ ചോദ്യം, എന്താണ് ഹളറത്തിലേക്കൊന്നും വരാത്തത്? ഉറക്കുന്നു നെട്ടി ഉണർന്നു. 80 കഴിഞ്ഞ ബിലാൽ തങ്ങളാണ്. ആ ബിലാലിന് പിന്നെ ഉറക്കമില്ല. യാത്രക്കൊരുങ്ങിയ എവിടുന്ന്? ജോർഡാനിൽ നിന്ന് അല്ലെങ്കിൽ പലസ്തീനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഫ്ലൈറ്റില്ല. ഇന്നത്തെ ആധുനിക വാഹനങ്ങളില്ല. ഒട്ടകപ്പുറത്ത് കയറി മാസങ്ങളോളം യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്താൻ ഞാൻ ചുരുക്കി പറയട്ടെ, ബിലാല് വന്നു. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മണലിലൂടെ ഉരുണ്ടു. ഏർവാടിയിൽ നമ്മൾ കാണുന്നത് പോലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി. അല്ലാഹ് ബിലാല് വന്നു, ബിലാല് വന്നു. നാട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു, ബിലാലേ മുത്ത് റസൂലുള്ളാഹിന്റെ കാലത്തെ മുഅദ്ദിനാണ് നിങ്ങൾ. ആ ബാങ്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ബിലാലേ. ബിലാൽ പറഞ്ഞു, കഴിയൂല, എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കുക, കഴിയൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി വഫാത്തായെന്ന് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ട് അശ്ഹദു അന്ന മുഹമ്മദ് എന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് മഹബ്ബത്ത്, അതാണ് ഇഷ്ക്. നാട്ടുകാർ മൊത്തം ആവശ്യപ്പെട്ടു. ബിലാലിന് റസൂലുള്ളാഹിന്റെ ഇഷ്ക് കൊണ്ട് ബാങ്ക് കൊടുക്കാൻ കഴിയണില്ല. അവസാനം നാട്ടുകാർ ഒരു ഹിക്മത്ത് കൊടുത്തു. റസൂലുള്ളാഹിന്റെ 2 പേര് കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അഹ്ലു ബൈത്തിന്റെ മരണമാണ്. ആ 2 കുട്ടികളെ വെച്ചിട്ട് പറഞ്ഞു, ബിലാൽ തങ്ങൾ വന്നുകണ്, നിങ്ങളെ വല്യപ്പാന്റെ മുഅദ്ദിനാണ്,
ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൂതിയുണ്ട്. എന്താണത്? ആ പഴയ മൊല്ലാക്കാരെ ഭാഗമൊന്ന് കേൾക്കാൻ. നിങ്ങളൊന്ന് പറയോ? അമ്മി എന്നിട്ട് പറഞ്ഞു, അമ്മി ആ പൊന്നാര അളാപ്പാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കൊന്ന് കൊടുക്കുമോ? ബിലാല് പറഞ്ഞു, കഴിയില്ലല്ലോ, ഞങ്ങൾക്കൊരാഗ്രഹമാണ്, ബിലാല് തങ്ങളെ കൊടുക്കണം ബാങ്ക്. രണ്ടു മഹബത്തും ഏറ്റുമുട്ടിയാണ്. ഒന്ന് മുത്തുനബിയോടുള്ള ഇഷ്ടകൊണ്ട് ബാങ്ക് കൊടുക്കാൻ കഴിയുമെന്നറിയില്ല. രണ്ട്, ആ മുത്തുനബിന്റെ പേരക്കുട്ടികളൊരു കാര്യം പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതിരുന്നാൽ മുത്തുനബി പൊരുത്തപ്പെട്ടില്ലെങ്കിലോ? ചരിത്രം പറയുന്നു, ബിലാല് ബാങ്ക് കൊടുക്കാൻ കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ജനങ്ങൾ കൂടി. മദീനയിൽ അകത്തളത്തുനിന്ന് പലരും പുറത്തിറങ്ങാൻ തുടങ്ങി. അശ്ഹദു അന്നമു ബാക്കി വായിൽ നിന്ന് പുറത്തു വരുന്നില്ല. പലതവണ ശ്രമിച്ചു നോക്കി. ബിലാല് തങ്ങള് ബോധം കെട്ടു വീഴുന്നു. പക്ഷേ നോക്കിക്കോ നിങ്ങൾ, മദീനയുടെ പരിസരത്ത് ആളുകൾ ഇങ്ങോട്ട് തടിച്ചുകൂടി. മുത്ത് റസൂലുള്ള എണീറ്റ് വന്നോ, ബിലാല് തിരിച്ചു വന്നോ, റസൂലുള്ളാഹിന്റെ കാലം തിരിച്ചു വന്നോ? ചരിത്രം പറയുന്നു, റസൂലുള്ള വഫാത്തായ ദിവസം കരഞ്ഞതിന് ശേഷം ഇത്ര കരഞ്ഞ വേറെ ദിവസം കണ്ടിട്ടില്ല. ഇതാണ് ഇഷ്ടം, ഇതാണ് മഹബത്ത്. ആ മഹബത്ത് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ പാലം കടക്കാൻ കഴിയൂ. ആ മഹബത്ത് ഉണ്ടാകണം എങ്കിൽ ഒന്ന് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കണം, മൗലിദ് നന്നായി ഓതണം, വരുന്ന തലമുറയിൽ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ആ മുത്തുനബിയുടെ പേരക്കുട്ടികളാകുന്ന തങ്ങന്മാരെയും ആ മുത്തുനബിയുടെ അനന്തരാവകാശികളായ ആലിമീങ്ങളെയും നാളെ താലിമീങ്ങളായ ഇന്നത്തെ മുത്താലിമീങ്ങളെയും ആ മുത്താലിമീങ്ങൾ വളർത്തിയെടുക്കുന്ന ദർസ് പോലെ സ്ഥാപനങ്ങളെയൊക്കെ നന്നായിട്ട് നമ്മൾ മഹബത്ത് വെക്കണം. ആ മഹബത്ത് കുട്ടികളെ പഠിപ്പിക്കണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് ആരാരെ സ്നേഹിച്ചോ അവരെ കൂടെ സ്നേഹിച്ചു കൊടുത്തിട്ടുണ്ടാകും. മുത്തനബിയോട് പറഞ്ഞു, മുത്തനബി പറഞ്ഞു, നിങ്ങൾ സ്നേഹിച്ചാൽ ഞാനുണ്ടാകൂ. ആ മഹബത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാകണം. ഞാൻ ഇപ്പറഞ്ഞ എല്ലാ മഹബത്തും, ഒന്ന് നബിയുടെ ചരിത്രം പഠിക്കുക, വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ കുടുംബക്കാരായ തങ്ങന്മാരെ സ്നേഹിക്കുക, അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ സ്നേഹിക്കുക, നാളത്തെ പണ്ഡിതന്മാരാകുന്ന ഇന്നത്തെ മുത്താലികളെ സ്നേഹിക്കുക, ആ മുത്താലികൾ വളർത്തിയെടുക്കുന്ന ദർസ് സ്ഥാപനങ്ങളിൽ നിന്ന് ആദരിക്കുക. കിട്ടുന്ന ചാൻസിലൊക്കെ എവിടെ റബീഉൽ അവ്വൽ മൗലിദുണ്ടെങ്കിലും ചെറിയ കുട്ടികളെ കൂടെ കൊണ്ടുപോകുക, വീട്ടിലൊക്കെ നല്ല സദ്യകൾ ഉണ്ടാക്കുക, ഓരോ ഇക്കാലത്തെ മൗലിദ് ഓതുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് മുത്തുനബിയെ മഹബത്ത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ആ മുത്തുനബി നിങ്ങൾ കടക്കുന്ന സ്വർഗത്തിലേക്ക് നരകം കാണാതെ അവിടുത്തെ റെക്കമെൻഡ് അനുസരിച്ച് നമുക്കൊക്കെ കടക്കാൻ കഴിയും. അർഹമുർ-റഹീമായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളടക്കം ധാരാളം സാദാത്യങ്ങൾ നമ്മുടെ നേതൃരംഗത്ത് അൽഹംദുലില്ലാഹ് ഇത് വല്ലാത്ത ഐശ്വര്യമാണ്. ഒരു ചെറിയ സമ്മേളനം നടക്കുകയാണെങ്കിൽ ആ സമ്മേളന സ്റ്റേജിൽ ഇങ്ങനെ നമ്മളെ വലിയ കുപ്പായും തൊപ്പിയും ഒക്കെ ഇട്ടിട്ടുള്ള ഷാളൊക്കെ ഇട്ടിട്ടില്ലേ, നമ്മൾ ധാരാളം സാദാത്യങ്ങൾ, വിവിധ കബീലകൾ മുത്തുറസൂലുള്ള മദീനത്തിൽ നിന്ന് ഇങ്ങനെ കാണുമ്പം എന്റെ പേരക്കുട്ടികളെ പരിഗണിക്കണ കണ്ടില്ലേ. ഇവിടെ തന്നെ പെങ്ങൾ ഈ മുച്ചക്കല് അറബിത്തങ്ങൾ ജാർത്തിയിലേക്ക് വരുന്ന എന്ത്, തങ്ങളുപ്പാപ്പാനെ പരിഗണിച്ച് തങ്ങളെ സ്നേഹിച്ച് പത്രത്തിൽ പരസ്യം കാണുമ്പം വാട്സപ്പിൽ ഒരു ഈ പോസ്റ്റ് കാണും, ആ ഇന്ന് തങ്ങളപ്പാപ്പാനെ എതിർത്ത് നടക്കുന്ന കുത്തുബിയത്ത ഒന്ന് പോണം. തങ്ങളുപ്പാപ്പ ധൈര്യത്തിൽ ഇവിടെ പറഞ്ഞു മാത്രം നിങ്ങൾ കേൾക്കാൻ പറഞ്ഞതല്ല. നിങ്ങൾ പലപ്പോഴും മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ പറയലുണ്ട്, എനിക്ക് അവിടെ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ മതി, അൽഹംദുലില്ലാഹ് എന്റെ കൂടെ സഹകരിച്ചു തരാൻ ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്, അല്ലാഹ് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനെ കൂടെ ബന്ധപ്പെടുന്ന കാലത്ത് ഈ ജാറത്തിന്റെ വലുപ്പും ഈ പള്ളിന്റെ വലുപ്പൊക്കെ അറിയാം. ഇപ്പൊ എത്ര സൗകര്യമായി ഇവിടെ, അൽഹംദുലില്ലാഹ്. ഇന്ന് വന്നപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് സൗകര്യം, ദർസ് കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ആ സാദാത്യങ്ങള് അവര് നമ്മളെ സഹകരണം ആവശ്യപ്പെടുമ്പോൾ നമ്മക്ക് ഇൻഷാ അല്ലാഹ് എത്ര വലിയ കിതാബിയായാലും ഏത്
ഏത് ആലിമാണെങ്കിലും തങ്ങളാകാൻ കഴിയൂല. അതിന് കിതാബോധമില്ലല്ലോ. അത് ആ മുത്തമിൽ രക്തബന്ധാണ്. അത് വല്ലാത്ത തൗഫീഖാണ്. അപ്പൊ പിന്നെ ആ തങ്ങന്മാരെ മഹബത്ത് വെക്കുക, അവര് പറയുന്നിടത്ത് വരിക, അവര് പറയും പോലെ ചെയ്യാം, ഒരു നേതൃത്വം അംഗീകരിക്കുക. അപ്പൊ ഈ സദസ്സും ഇവിടെ ഇങ്ങനെ കാണുമ്പം മദീനത്തെ മുത്തനബി ഇങ്ങനെ കാണുകയാണ്. എന്റെ പേരക്കുട്ടിന്റെ നേതൃത്വത്തിൽ വേറെ പേരക്കുട്ടിന്റെ പേരിങ്ങനെ വിളിച്ചിട്ട് കുറെ പേരക്കുട്ടികൾ ഹദ്റത്തിൽ വെച്ച് ഒരുമിച്ച് കൂടി. അത് റബീഉൽ അവ്വലാകുമ്പം വലിയ മാറ്റുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇതുവരെ സഹകരിച്ചതൊക്കെ അല്ലാഹു ജല്ല ജലാൽ കബൂലാക്കുമാറാവട്ടെ. പിന്നെ നമ്മുടെ നൂറു ഹാജി അദ്ദേഹം ബുർദന്റെ ആളാണ്. മുത്തറസൂലുള്ളാഹിന്റെ മദ്ഹ് നല്ലോണം ചലിപ്പിക്കാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബായാർത്ഥങ്ങൾ അവിടെ പോയ ഖിദ്മത്ത് മൂപ്പർ തന്നെ. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ തൗഫീഖ് കിട്ടണതാണ്. ഏപ്പിസ്ഥാനുള്ള കൊടുത്ത തൗഫീഖ് ഇതാണ്. ഡസക്കണക്കിന് തങ്ങന്മാര് ഇടത്തും വരത്തും ഏപ്പിസ്ഥാൻ എന്തെങ്കിലും ആയത് വരക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത തൗഫീഖല്ലേ. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാ, തങ്ങന്മാരെ ഖാദിമീങ്ങളാകുക, മുഹിബ്ബീങ്ങളാകുക. നമ്മളെ മക്കൾക്കൊക്കെ ഈ മുത്തനബിയോട് മഹബത്തും അഹ്ലു ബൈത്തിനുള്ള മഹബത്തും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. സഹോദരിമാര് നിങ്ങളെ കൊണ്ട് കഴിയും പോലെ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുക. അല്ലാഹു നമ്മുടെ സാദാത്യങ്ങൾക്കും അതുപോലെ ധാരാളം ആലിമീങ്ങൾ. പൊന്മോള് ഉസ്താദ് ഒരുപാട് ഗുളിക കുടിക്കുന്ന ആളാണ്. കട്ടിപ്പാറ ഉസ്താദ് അസുഖമായിട്ട് വീട്ടിൽ റെസ്റ്റിലാണ്. ബഹുമാനപ്പെട്ട എപി ഉസ്താദ് ക്ഷീണം നല്ലോണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന പ്രായം കൊണ്ടൊക്കെ ഞങ്ങളെ താഴെയാണെങ്കിലും ഇൽമോണ്ടൊക്കെ ഞങ്ങളെ മേലുള്ള വലിയ തഹ്ഖീഖുള്ള നല്ല തവാദുള്ള പണ്ഡിതനാണ് ഏലംകുള്ള അബ്ദുർ റഷീദ് സഖാഫി. 3 ബ്ലോക്ക് വന്ന് വലിയ വിഷമത്തിലായി ഉള്ളത്. അല്ലാഹു തആല അത്ഭുതകരമായി ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് രോഗികൾ തച്ചണ സലാം ബാഖവി ഐശുവിലാണ്. അല്ലാഹു പരിപൂർണമായി ശിഫ കൊടുക്കുമാറാകട്ടെ. നല്ല ഖൽബിൽ തട്ടുന്ന വഅദ് പറഞ്ഞ് ജനങ്ങളെ കണ്ണീരൊൽപ്പിച്ചിരുന്ന ആളാണ് ലുക്മാൻ സഖാഫി പുല്ലാര. അദ്ദേഹം ഇതുപോലെ വലിയ വിഷമം പിടിച്ച അസുഖത്തിലാണ്. അല്ലാഹു തആല പരിപൂർണമായ ശിഫാ നൽകുമാറാകട്ടെ. നമ്മളെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട മലേഷ്യൻ തങ്ങൾ പാപ്പ അടക്കമുള്ള ധാരാളം സാദാത്യങ്ങൾ, ജമലുത്തങ്ങൾ ഉപ്പാപ്പ അടക്കമുള്ള ആളുകൾ അവർക്കൊക്കെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ശേഷിച്ചിരിക്കുന്ന നല്ല ദിക്ർ ചെല്ലുന്ന ഇൽമി ഇബാദത്തുള്ള ആളാണ് അലി ബാഫി തങ്ങൾ. ദീർഘായുസ്സ് എത്തിയത് കൊടുക്കട്ടെ. ബദ്റു സാദാത്തും നൂറു സാദാത്തും അടക്കം നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ തങ്ങൾ പാപ്പാന്റെ വീട്ടിൽ ഉള്ള ഉമ്മയടക്കം അവരുടെ കുടുംബത്തിലുള്ള ധാരാളം ആളുകൾ, ഭാര്യ അടക്കം ധാരാളം ആളുകൾ, ഭാര്യ കുടുംബത്തിലെ ആളുകൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മൺമറഞ്ഞ പാണക്കാട് ആറ്റക്കോയത്തങ്ങളടക്കം തങ്ങൾ പാപ്പാന്റെ ഭാര്യ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ നഗരന്മാരെ സാദാത്യങ്ങൾ, കുടുംബത്തിന് മരണപ്പെട്ട ആളുകൾ എല്ലാവരും ദറജയുള്ള ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അഹ്ലു ബൈത്തിന് മഹബത്ത് വെച്ച ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നല്ല മുറാദും ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമല്ല തീർത്ത് തരട്ടെ. ദുനിയാവിൽ ആഖിറത്തിൽ ഇസ്സത്ത് തരട്ടെ. പടച്ചോനെ, ഞങ്ങളൊക്കെ ഈ ദുനിയാവിൽ നേരം വെളുത്താൽ വണ്ടി എടുത്തിട്ട് ഒരുപാട് സ്ഥലത്ത് കറങ്ങുന്നുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു വിഷമില്ല. ഞങ്ങളെ കൂടപ്പറപ്പീങ്ങളാകുന്ന ആളുകൾ ഫലസ്തീനിന്റെ മണ്ണില് പടച്ചോനെ എട്ടും പൊട്ടും തിരിയാത്ത ഞങ്ങളെ കൊച്ചു മക്കളും ഞങ്ങളെ പേരക്കുട്ടികളെ പ്രായത്തിലുള്ള കുട്ടികൾ, എന്താണ് അറബ്, എന്താണ് ഫലസ്തീന്, എന്താണ് ഇസ്രായേലിന് അറിയാത്ത മക്കള് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൈ നീട്ടി പ്രതീക്ഷ നിൽക്കുമ്പോ തീവാളങ്ങളാണ് അവർ തിന്നാൻ വേണ്ടി വരുന്നത്. പടച്ചോനെ, ചെറിയൊരു മീൻ നിന്ന മുള്ളു കുത്തിയാല് പെച്ചേന്ന് വിളിച്ചിട്ട് വലിയ സങ്കടപ്പെടുന്ന ആ പിച്ചു മക്കൾക്ക് മുഖത്ത് നോക്കി വിളിക്കാൻ ഉമ്മല്ല, പാപ്പല്ല, ജനിച്ച നാട്ടിൽ അന്യരായിട്ട് മാറുകയാണ്. അല്ലാഹ് തണിയും തുണയുമാകണേ. അല്ലാ, മരിച്ചവർക്ക് ശൂതാക്കളെ കൂലി കൊടുക്കണേ. അല്ലാ, ഇനിയെങ്കിലും ആ ജൂതന്മാരുടെ എല്ലാ കിബറും അഹങ്കാര ശക്തിയും ക്ഷയിപ്പിക്കണേ. അല്ലാ, നശിപ്പിക്കണേ. അല്ലാ, അവരെ പിന്തുണക്കുന്ന അമേരിക്കയുടെ ശക്തി എന്നേക്കുമായി ക്ഷയിപ്പിക്കണേ. അല്ലാ, ഉത്തരേന്ത്യയിൽ കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങളുണ്ട്. അല്ലാ, വോട്ടവകാശമടക്കം നിഷേധിക്കപ്പെട്ട് ജനിച്ച നാട്ടിൽ നാട്ടി ഓടിപ്പിക്കപ്പെടുന്ന വളരെ വിഷമിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നീങ്ങാണ്. ഓരോ സ്റ്റേറ്റിലും ഇവിടെ ജയിലുകൾ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. എന്തിനാന്ന് നമുക്കറിയാം.
സുബ്ഹാനല്ലാഹ്. നമുക്കറിയാലോ ബീഹാറിലും ഒറീസയിലും ആസാമിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലൊക്കെ കുടിയേറി പാർത്ത ജൈനമതക്കാർക്ക്, ഹിന്ദുമതക്കാർക്ക്, ബുദ്ധമതക്കാർക്ക്, ക്രിസ്തുമതക്കാർക്ക് എല്ലാവർക്കും ചിസ്തിത്തൻഷിപ്പ് കൊടുത്തു. മുസ്ലിങ്ങൾക്ക് മാത്രമില്ല. ഈ രീതിയിൽ നിന്റെ ഉമ്മത്ത് മുഹമ്മദ് നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ പേരമക്കൾക്കും അങ്ങനത്തെ അവസ്ഥ നീ നൽകല്ല റഹ്മാനെ. ജനിച്ച നാട്ടില് പൂർണ്ണ മുസ്ലിമായി ജീവിക്കണം. ബാങ്ക് ഉറക്ക കൊടുക്കണം. മൗലിദ് ഓതി ഘോഷയാത്ര നടത്തണം. മയ്യിത്ത് കത്തിക്കാതെ കുളിപ്പിച്ച് നിസ്കരിച്ച് മറമാടി തർക്കിയും തസ്ബീഹും ചെല്ലണം. അല്ലാ, ഞങ്ങൾക്ക് അതിനൊക്കെ അവസരം നിഷേധിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകടത്തോടും കാത്തുരക്ഷിക്കണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് സന്തോഷത്തോടെ ബാധ്യതാമുക്തരായി മഖബൂലും മബ്റൂറും അല്ലാഹുമായ ഹജ്ജും സിയാറകൾ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ദുആ വസിയത്തോടുകൂടെ വാഖദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.